നമ്മളിപ്പോൾ ആഫ്രിക്കൻ പവലിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ആഫ്രിക്കൻ പവലിയൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ദുബായ് ഗ്ലോബൽ വില്ലേജ്, അതുപോലെ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, ഇതിനൊക്കെ പ്രധാന ആകർഷണം എന്ന് പറയുമ്പോൾ ഈ നിരവധി രാജ്യങ്ങളുടെ പാർട്ടിസിപ്പേഷൻ, അവരുടെ നിരവധി സാധനങ്ങൾ, കരകൗശല വസ്തുക്കൾ ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ വിവിധ കൾച്ചറൽ പരിപാടികൾ, നല്ല വിവിധ പരിപാടികളാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. ഈ ആഫ്രിക്കൻ പവലിയനാണ് ഒരു പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് സ്കൾപ്ചേഴ്സ്, ഈ ആഫ്രിക്കയിൽ നിന്നുള്ള ഈ ബഫാലോ ഹോണുണ്ട്, പോത്തിൻ്റെ ഒക്കെ കൊമ്പ്, അതുപോലെ നേരത്തേക്കാണെങ്കിൽ ഈ മറ്റേ എന്താ പറയുക, ഈ മുതല, ചീങ്കണ്ണി പോലുള്ളതിൻ്റെ തോല് ഇടാൻ പാടില്ലാത്തതുകൊണ്ട് മറ്റു പലതും നേരത്തെ കിട്ടിയിരുന്നു. ഈ ഓരോ തലകൾ, വേട്ടാടിയ മൃഗങ്ങളുടെ പല സാധനങ്ങൾ, പിന്നെ നല്ല കരകൗശല വസ്തുക്കൾ, എബോണി പോലുള്ള മരങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന കരകൗശല വസ്തുക്കൾ, അതുപോലെ പാമ്പിൻ്റെ തോലിൻ്റെ കുറേ ഉൽപ്പന്നങ്ങൾ, ഒറിജിനൽ തോലിൻ്റെ തോല് എല്ലാം കിട്ടിയിരുന്നു. ഇപ്പോൾ അത് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, വേട്ടാടാൻ പാടില്ലാത്തതുകൊണ്ട് മറ്റു പലതും നേരത്തെ കിട്ടിയിരുന്നു. ഈ ഓരോ തലകൾ, വേട്ടാടിയ മൃഗങ്ങളുടെ പല സാധനങ്ങൾ, പിന്നെ നല്ല കരകൗശല വസ്തുക്കൾ, എബോണി പോലുള്ള മരങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന കരകൗശല വസ്തുക്കൾ, അതുപോലെ പാമ്പിൻ്റെ തോലിൻ്റെ കുറേ ഉൽപ്പന്നങ്ങൾ, ഒറിജിനൽ തോലിൻ്റെ ബെൽറ്റുകളൊക്കെ കിട്ടും, ബാഗുകളെല്ലാം കിട്ടും. ഇതൊക്കെയാണ് ആഫ്രിക്കൻ പവലിയൻ്റെ കുറേ പ്രത്യേകതകളെന്ന് പറയുന്നത്. പിന്നെ ഷിയ ബട്ടർ ഉണ്ട്. ഈ കാണുന്നതൊക്കെ ഷിയ ബട്ടറാണ്. ഷിയ ബട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് കാലത്തൊക്കെ ഈ കാലിനൊക്കെ ഡ്രൈ ആവുന്ന ഒരവസ്ഥ, കാല്, കൈ, ഇതിനൊക്കെ പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ തണുപ്പ് കൂടുമ്പോൾ നല്ല തണുപ്പുണ്ടാകും. യു എയിലൊക്കെ ആണെങ്കിൽ ഇത് വളരെ നല്ലതാണ്. ഇത് നമ്മൾ പുറത്തൊരു ചെറിയ ഡപ്പ 200 ഗ്രാമിൻ്റെ മേടിക്കുമ്പോൾ 40-50 റംസ് കൊടുക്കണം. അവരുടെ നിന്ന് 5-10 കിട്ടും. അതതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ അവരുടെ ഓരോ സ്കൾപ്ചേഴ്സ്, ഇപ്പോൾ ലെതറിൻ്റെ ബാഗൊക്കെ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ലെതറിൻ്റെ ബാഗ് ഇവിടെ നമുക്ക് 800, 900, 1000 അതിൻ്റെ മേലൊക്കെ ഈ ലേഡീസ് ബാഗുകൾക്കൊക്കെ കൊടുക്കണം, ഒറിജിനൽ ലെതർ ബാഗ് കിട്ടണമെങ്കിൽ. ഇവരുടെ അടുത്താണെങ്കിൽ അത് 60, 70, 80, ചിലപ്പോൾ 100 ചില്ലറ രൂപയ്ക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ പെരുമ്പാമ്പിൻ്റെ തോലുണ്ട്, മുതലയുടെ തോലുണ്ട്, ഇങ്ങനെ കുറേ വളരെ ആകർഷകമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. കുറേ സ്കൾപ്ചേഴ്സ് ഉണ്ട്. അവരുടെ ചരിത്രം, സംസ്കാരമൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള അവരുടെ ഇതാണ്. അത് അവരുടെ നാട്ടിൽ പോയിട്ട് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കെനിയ സഫാരി, മസായിമാറ സഫാരിയിലൊക്കെ പോയിട്ട് അവിടെ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ വലിയ വില കൊടുത്താൽ മാത്രമേ അവർ തരുള്ളൂ. പ്രധാനമായിട്ടും മൃഗങ്ങളുടെ വൈൽഡ് ലൈഫിൻ്റെ ഇത് തന്നെയാണ് അതിനകത്തുള്ളത്. ഈ ജിറാഫ്, അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളുടെ ഒക്കെ സ്കൾപ്ചേഴ്സാണ് കാര്യമായിട്ടുള്ളത്. പിന്നെ അവരുടെ ഈ ചിത്രകലകളാണെങ്കിലും ചിത്രങ്ങളിലൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ വലിയ വൈൽഡ് എലഫൻസ്, പിന്നെ അതുപോലെ ബഫലോ, ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ ഒക്കെ എന്താണ് ഇത് ഷിയ ബട്ടർ, അതുപോലെ തന്നെ അത് ഉപയോഗിച്ചിട്ടുള്ള കുന്തിരിക്കങ്ങൾ, അവിടുത്തെ മരങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന കറകൾ ഉപയോഗിച്ചിട്ടുള്ള വിവിധതരം മൃഗങ്ങളൊക്കെ അറബികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലും ആളുകൾ ഇത് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പുലികൾ, ലെപ്പേഡൊക്കെ വളരെ ധാരാളമുള്ള സ്ഥലങ്ങളാണിത്. അതുപോലെ തന്നെ സിംഹങ്ങളൊക്കെ ആണെങ്കിൽ 100 കണക്കിന് സിംഹങ്ങളൊക്കെ കണ്ട അനുഭവം എന്നുള്ളൊരു നമ്മുടെ സുഹൃത്തൊരു ഡോക്ടർ പറഞ്ഞു. ഇത് ഇതിൻ്റെ ഹോണാണ്. ഈ ബഫാലോ ബൈസൻ്റെ ഒക്കെ കൊമ്പുകളാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ള. കുറേ കരകൗശല വസ്തുക്കളും ഇവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ആഫ്രിക്കൻ പവലിയൻ വളരെ പോകേണ്ട ഒന്ന് തന്നെയാണ്. അവിടുന്ന് കുറേ സാധനങ്ങൾ വാങ്ങിക്കാനും കിട്ടും. നമുക്ക് ആവശ്യമുള്ള കരകൗശല വസ്തുക്കൾ വീട്ടിൽ അലങ്കാരത്തിന് വെക്കാനോ ഒക്കെ പറ്റിയ പറ്റില്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഷിയ ബട്ടർ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അതൊക്കെ പോയിട്ട് കാണുന്നത് തന്നെ നല്ലൊരു അനുഭവമാണ്. രാത്രി ആയതുകൊണ്ട് രാത്രി 12-1 മണി വരെയൊക്കെ ഉണ്ടാവും. പിന്നെ ധാരാളം ഈ റെസ്റ്റോറൻറ്റുകളുണ്ട്. നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള റെസ്റ്റോറൻറ്റ്, അവരുടെ നിരവധി തരത്തിലുള്ള ഭക്ഷണങ്ങൾ, ഇതൊക്കെ രുചിച്ച് നോക്കാനും കഴിക്കാനും ഒക്കെ. ഇത് അവരുടെ ബാഗുകളാണ്, നേരത്തെ സൂചിപ്പിച്ച ലെതർ ബാഗുകൾ, കാര്യങ്ങൾ, ഇതൊക്കെയാണത്. ഇതിനൊക്കെ ഒരു മിതമായ വിലയ്ക്ക് നമുക്ക് ഇവിടെ കിട്ടും എന്നുള്ളത് ഒരു സവിശേഷത തന്നെയാണ്. ഇപ്പം ഈ DSF കഴിഞ്ഞാലും, DSF ജനുവരിയിൽ കഴിഞ്ഞാലും മാർച്ച്, ഏപ്രിൽ വരെയൊക്കെ മിക്കവാറും ഈ
ഗ്ലോബൽ വില്ലേജ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ടുണ്ടാവും. അതുതരം വിവിധതരം പാരറ്റുകളാണ്. പാരറ്റുകളുടെ ഒക്കെ പാരഡൈസാണ് ഈ ആഫ്രിക്ക എന്ന് പറയുന്നത്. നാനാതരം പാരറ്റുകൾ. പിന്നെ അതുപോലെ തന്നെ ഇത് അവിടെ നിന്നുള്ള ഓരോ മരങ്ങളിൽ നിന്നും ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ കരകൗശല വസ്തുക്കളാണിത്. നിരവധി തരം കരകൗശല വസ്തുക്കൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് ആഫ്രിക്കൻ പവലിയനിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത.